ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നയാൾ കണ്ണനെ കാണുന്ന അവസ്ഥയായിരിക്കില്ല മറ്റൊരാൾ ശ്രീകൃഷ്ണനെ കാണുന്ന അവസ്ഥ, അല്ലേ? രണ്ടും വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് അവനവനെ നോക്കാൻ പോലും പറ്റാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയുമോ? മാസം അവസാനം സ്വന്തം സ്റ്റേറ്റ്മെന്റ് നോക്കാൻ എത്ര പേര് ധൈര്യപ്പെടുന്നു? വളരെ കുറച്ച്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ അല്ലേ? നോക്കാൻ ധൈര്യപ്പെടുന്നില്ല, ധൈര്യമില്ലാത്തതുകൊണ്ടാണ്, പേടിയാണ്. അപ്പം നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോൾ നമ്മൾ എനർജി വളരെ ഡൗൺ ആവും. വളരെ ഡൗൺ ആയിട്ട് ഞങ്ങളുടെ ടേമിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് 10 മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നയാൾ കണ്ണനെ കാണുന്ന അവസ്ഥയായിരിക്കില്ല മറ്റൊരാൾ ശ്രീകൃഷ്ണനെ കാണുന്ന അവസ്ഥ, അല്ലേ? രണ്ടും വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ എന്താ പറയുക സമൂഹത്തിൽ നിന്ന് വന്നതാണ്. ദൈവസങ്കല്പങ്ങളെല്ലാം അതുപോലെയാണ്. പക്ഷെ അതെല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ വിശ്വസിപ്പിക്കുക, നമ്മൾ ഏതിലേക്കെങ്കിലും താതാത്മ്യപ്പെടുത്താൻ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കില്ല, അതെങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. കുരങ്ങൻ്റെ ചട്ടം പോലെ ചാടിക്കൊണ്ടിരിക്കും. അവന് എവിടെയെങ്കിലുമൊക്കെ സ്ഥലത്ത് നിർത്തണം. മെഡിറ്റേഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സൊരു സ്ഥലത്ത് നിൽക്കും. നിന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കാണും, ദൈവം പോകുന്നുണ്ട്. ആരാ? എൻ്റെ ചിന്തകൾ പോകുന്നുണ്ട്, ഞാനിവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യിപ്പിക്കുന്ന മെഡിറ്റേഷൻ, എല്ലാ മെഡിറ്റേഷൻ തത്വം ഇത്രയേ ഉള്ളൂ. സാക്ഷിഭാവം, വിറ്റ്നസ്. നിങ്ങളിവിടെ ഉണ്ട്, നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ട്, ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ലെറ്റ് ഇറ്റ് മൂവ്. പക്ഷെ നിങ്ങളതല്ല. ഇവിടെയാണ് ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ പറയാണ്ട് ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൽ ശില്പിയും നിർമ്മാതാവാന്ന് പറയണം. അതായത് നമ്മൾ പലപ്പോഴും പറ്റിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ചിന്തകളാണെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ചിന്തകളല്ല, ചിന്തകൾ എൻ്റേതാണ്. ഇപ്പം നമ്മൾ പറയുന്ന വാക്ക് തന്നെ എൻ്റെ ചിന്ത, എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, ഇതല്ലേ? അതെ. അപ്പം ഈ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ അല്ലല്ലോ, ഞാൻ വിഭിന്നനല്ലേ? അതേപോലെ ഇപ്പോൾ ബാക്കിയെല്ലാം തൽക്കാലം വിടാൻ നമുക്ക് ചിന്ത മാത്രം എടുക്കാം. എൻ്റെ ചിന്തയാണ്, അല്ലേ? ഞാൻ ചിന്ത എന്നാരും പറയാറില്ലല്ലോ. ഇല്ല. പക്ഷെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ചിന്തക്കനുസരിച്ച് ജീവിക്കാൻ പോകുന്നു. ഇത് രണ്ട് തെറ്റല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ചിന്തകൾ അതിൽ പോട്ടെ, നമ്മളിവിടെ ഇരിക്കുക. അപ്പോൾ ചിന്തകൾ വരുന്നുണ്ടെന്ന് അറിയുക, ചിന്തകൾ പോകുന്നുണ്ടെന്ന് അറിയുക. ഇതാണ് മെഡിറ്റേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവൻ വരുന്നുണ്ട്, ഇത് വേണ്ടാത്തവനാണ്, വിട്ടേക്ക്. ഇവൻ വരുന്നുണ്ട്, ഇവൻ വേണ്ടാത്തവനാണ്, വിട്ടേക്ക്. ഇവൻ വരുന്ന ഇവനെ കൂടെ പിടിച്ചു. അപ്പോൾ അവനെ ഇങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഞാനതായി, ഞാൻ എൻ്റെ കൺട്രോളിൽ അവനെ, മറ്റവനെയും വിട്ടു, എനിക്ക് ആവശ്യമുള്ളവനെ ഞാൻ എടുത്തു. ഇനി അവനോട് പറയുകയാണ്, ഇനി ഞാൻ അടുത്ത തലം കാണും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ പൈസ ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും പ്രധാന പ്രശ്നം അതാണല്ലോ. ശമ്പളം കിട്ടത്തില്ല. ഇങ്ങനെ വന്ന് ചിന്തകൾ ഇങ്ങനെ വന്ന് പോകണം. ശമ്പളം കിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വന്ന് വരുന്നു, ശമ്പളം കിട്ടും കേട്ടോ, കഴിഞ്ഞ മാസം കിട്ടിയിരുന്നല്ലോ എന്ന് പറയും. അപ്പം ഞാൻ ഇവർ രണ്ടുപേരും തട്ടിക്കളഞ്ഞിട്ട് ശമ്പളം കിട്ടും കേട്ടോ എന്നാളെ കൂടെ എടുത്തു. എന്നിട്ട് ഇയാളോട് പറയുകയാണ്, ഈ ചിന്തയോട് പറയുകയാണ്, 20-ാം തീയതി കിട്ടും കേട്ടോ. പിന്നെ അടുത്ത ചിന്ത എന്തായി? 20-ാം തീയതി കിട്ടും. അപ്പം മറ്റും പോയില്ലേ? പിന്നെ അത് മാത്രമായില്ലേ? അപ്പം ഞാനവിടെ അലൈൻഡ് ആവും. അവിടെ സംഭവിക്കുന്നത് കാരണം അത് ഓട്ടോമാറ്റിക് ഞാനതായി, വേറെ ചിന്തകളില്ല എനിക്ക്. എന്താണെങ്കിലും ഈ ചിന്തകൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് പോലും. അതെ, അതിന് ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളെ എൻ്റെ മനസ്സൊരു വിസ്മയത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ പുസ്തകത്തിൽ. ഒരാൾക്ക് ഒരു ദിവസം സാധാരണയായ ഒരു യുവാവിന് 60,000 മുതൽ 65,000 വരെ ചിന്തകളുണ്ടാവും. ഒരു സ്ത്രീക്കാണെങ്കിൽ 65,000 മുതൽ 70,000 വരെ ചിന്തകളുണ്ടാവും. ഇതൊരു ആവറേജ് കണക്കാണ്. ഇതിൽ കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. പക്ഷേ അതിൽ എറൗണ്ട് 60% റിപ്പീറ്റഡ് തോട്ട്സുകളാണ്. ചിന്തിച്ചത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥത്തിലും അടിസ്ഥാനപരമായ വിഷയം ആൾക്കാരുടെ. ഞാൻ ഓവർ തിങ്കിങ് ആണ്, ഞാൻ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ടേമില്ല, ചിന്തിച്ചത് റിപ്പീറ്റഡ് തോട്ട്സുകളേ ഉള്ളൂ. ഈ മനുഷ്യനെ മുഴുവൻ തളർത്തുന്ന ഈ ഒരു കാര്യം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത എന്ന് വെച്ചാൽ അവന് വേണ്ടാത്ത ചിന്തക്കാണ് നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇത് വേണ്ടാത്തതല്ലേ ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കവിടെ നെഗറ്റീവ് ഫീൽ ചെയ്യും, നമ്മുടെ എനർജി ഡൗൺ ആവും, ഇല്ലേ? നല്ല ചിന്ത വരുമ്പോൾ ഇവൻ എനിക്ക് വേണ്ടവനാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അപ്പാവും. ഇതാണ് യഥാർത്ഥ സംഭവിക്കുന്നത്. അപ്പം നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോൾ നമ്മൾ എനർജി വളരെ ഡൗൺ ആവും. വളരെ ഡൗൺ ആയ ഞങ്ങളുടെ ടേമിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് 10 മാലിന്യങ്ങളുണ്ട്.
മനുഷ്യന് 10 മാലിന്യങ്ങൾ ആവശ്യമില്ലാത്ത 10, ഈ 10 മാലിന്യങ്ങൾ മാലിന്യമാണ് ഈ ചിന്തകൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ 10 മാലിന്യങ്ങൾ ലോ എനർജിയാണ്. ഒരു 20-30 എനർജി ലെവലിൽ മാത്രമേ, ഒരു എനർജിക്ക് ഒരു സ്കെയിലുണ്ട്. അതായത് 20 മുതൽ 1000 വരെയുള്ള സ്കെയിലുണ്ട് എനർജി. ഒരു മനുഷ്യൻ്റെ ഉയർച്ച നടന്നത് 900-ന് മേളിൽ പോകുമ്പോൾ ദൈവമാണ്. പിന്നെ അയാൾക്ക് ദൈവം നോ കണ്ടീഷൻസ്. അതിന് താഴെ ഈ 900-ന് താഴെ 250-900-ന് ഇടയിലാണ് ഈ അവധൂതന്മാരില്ലേ, നമ്മുടെ അമ്മയും മറ്റവരൊക്കെ, അവരൊക്കെ ആ റേഞ്ചിലുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം ഒക്കെയാണ്, തോട്ട്സ് ഉണ്ടോ എല്ലാം ഒക്കെയാണ്. നമുക്ക് സാധാരണക്കാരന് ഞങ്ങൾ പറഞ്ഞു ഒരു 750 താഴെ 500, 600, 750 ഇടയിൽ നിൽക്കുന്നവന് ഒരു വിഷയമില്ല, അവനെല്ലാം ഒക്കെയാണ്. അതിൻ്റെ മറ്റൊന്നുമില്ല, മറ്റുള്ള സാധാരണ ഇതിലൊക്കെയാണ്. പക്ഷെ ആൾക്കാർ ഷെയിം, ഗിൽറ്റി, അപ്പത്തി, ഈ കുറ്റബോധങ്ങളൊക്കെ കൊടുക്കും. എല്ലാത്തിനും ഒരു കുറ്റബോധമാണ്. അവർക്ക് 20-30 ഫ്രീക്വൻസിയിൽ നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ വെരി ലോ. ഈ വെരി ലോ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എന്താഗ്രഹിച്ചാലും കിട്ടില്ല. കാരണം എല്ലാ ആഗ്രഹങ്ങളും 250 ഫ്രീക്വൻസിന് മുകളിലായിരിക്കും. അപ്പോഴേ ആഗ്രഹമുള്ളൂ. ഇപ്പം ഞാൻ ഈ കണ്ണട വെക്കണമെന്ന് കരുതുന്നു, ഇതൊരു 10,000 രൂപ വില ഉണ്ടെന്ന് കരുതിക്കോ. ഈ 10,000-ൻ്റെ എനർജി ഇതിനുണ്ടേ. എൻ്റെ എനർജി എത്രയാ? 20. ഇതിൻ്റെ എനർജി എത്രയാ? 10,000. ഈ സാധനം തൊടാൻ എനിക്ക് കാണാൻ പറ്റുമോ? ഈ സാധനത്തെ കണ്ടറിയാൻ പറ്റുമോ? ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. ഞങ്ങളിവിടെ ചെയ്യിപ്പിക്കുന്നത് വെച്ചാൽ ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഈ ഇംപ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് മെഡിറ്റേഷനിലൂടെ ചെയ്യിപ്പിക്കും. പ്രാക്ടീസ് ചെയ്യാൻ കോഴ്സുകളിലുണ്ട്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഓരോ അപ്പം ഷെയിം വേണ്ട, ഗിൽറ്റി, സെൽഫ് ലവ് ഉണ്ടാവണം, അവരവരെ സ്നേഹിക്കണം, നിൻ്റെ മൂല്യം അറിയണം, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇപ്പോൾ ഇത്രയൊക്കെ പുരോഗമിച്ച കേരളത്തിൽ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് അവനവനെ നോക്കാൻ പോലും പറ്റാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയോ? സെൽഫ് ലവിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റഡാണ്. സ്വന്തം മുഖം കണ്ണാടി നോക്കാൻ പേടിയാണ് അല്ലേ? സ്വന്തം മുഖം നോക്കാത്തവരെന്താണ്? ഇപ്പോഴും സത്യമായ ഒരു കാര്യം പറയട്ടെ, മാസം അവസാനം സ്വന്തം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാൻ എത്ര പേര് ധൈര്യപ്പെടുന്നു? വളരെ കുറച്ച് പേര്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ അല്ലേ? നോക്കാൻ ധൈര്യപ്പെടുന്നില്ല. ധൈര്യമില്ലാത്തതുകൊണ്ടാണ്, പേടിയാണ്. എന്താ അറിയോ? മൈനസ് ഉണ്ടാകുമോ? അപ്പോൾ ആരാണ് സ്പെൻഡ് ചെയ്തത്? ഞാനല്ലേ? എന്നിട്ട് ഞാൻ എന്നെ തന്നെ വിലയില്ലാതാക്കുകയല്ലേ? അപ്പോൾ ഈ ടേം മാറണം. ഇത് മാറ്റാനാണ് നമ്മൾ ഒരുപാട് എല്ലാ കോഴ്സുകളുടെയും ബേസ് ഇത് തന്നെയാണ്. പക്ഷെ മെഡിറ്റേഷൻ അതിനൊരു ഭാഗമാണെന്ന് മാത്രമാണ്. പിന്നെ മറ്റൊരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ, ഫുള്ളി ഹാപ്പിനെസ്. അവിടെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക, ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച്. നമ്മൾ അടിസ്ഥാനപരമായ കാര്യം ശ്വാസമാണ്. ശ്വാസമില്ലേ മനുഷ്യനില്ല. അപ്പോൾ ശ്വാസത്തിൻ്റെ ഗതിവിഗതികളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് നൽകുന്നത്. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും ഇരിക്കാൻ കഴിയട്ടെ. ഒരുപാട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദിസ്. താങ്ക് യു.